നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കിക്കേ. അവിടുന്ന് കൈയെടുക്കണതാ നല്ലത് നിങ്ങൾക്ക്. ഞാൻ ഉറങ്ങിയ മാതിരി അഭിനയിച്ചൊന്നും വേണ്ട. ചെറിയ അടിച്ചാൻ പൊളിച്ചു. ഞാൻ വല്ല കാര്യം ഞാൻ പറയാം. കുറച്ചു നേരമായി മൂപ്പരെ പിടിച്ച കുറച്ചു നേരമായി ഉറങ്ങണ പോലെ അഭിനയിച്ചിട്ടേ കൊറേ നേരമായി. പെട്ടതള്ളാനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചണ്ട. എന്റെ മൂണ്ടടിച്ചാ പൊളിച്ചു. ഞാൻ എന്റെ കാര്യം ഞാൻ പറയാ. മൂപ്പര് പിടിക്കുക എന്താ ഞാൻ അറിഞ്ഞിങ്ങനെ വെച്ചത്. അറിഞ്ഞാട്ടല്ലേ വെച്ച്? അതറിയാലോ. നിങ്ങൾക്ക് അറിയില്ലേ ഇത് തെറ്റാണെന്ന് അറിയില്ലേ? ചെയ്ത് തെറ്റല്ലേ? അറിയാലോ. ഇത് ചെയ്താണെന്നുണ്ടെങ്കിൽ ചെയ്തതാണെന്ന് തന്നെ പറഞ്ഞാ. എല്ലാവരും അറിയാപ്പോ അറിയാ. എനിക്കൊരു മകനുണ്ടല്ലോ. മകനോട് പറയണോ? അപ്പൊ സത്യം തന്നെയാണ്. മകനും വിചാരിക്കല്ലേ ഇങ്ങനെ സത്യതല്ലേ? വെള്ളം എനിക്ക് അതേ പറയാം. എന്ത് വെള്ളം ചെയ്യാൻ എനിക്കൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് എനിക്ക് ചെയ്തിട്ട് ഇനി വേറെ ആളോട് ഞാൻ ചെയ്യാന്നാ മതി. എന്നാ നിങ്ങൾക്ക് നല്ലത്. ഇന്നാണ് നിങ്ങളെ ഈ കളിന്റെ അവസാനം. പെടേണ്ട സ്ഥലത്ത് തന്നെയാണ് പെട്ടത്. മനസ്സിലായോ? 51 വയസ്സുണ്ട്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കേസ് വെള്ളം കുടിച്ചു പോയി. ശരിയാ. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഇന്നലെ ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ ഞാൻ എന്തായാലും ഇത് ബ്ലറാക്കി കൊടുക്കുവാണ്. കാരണം എന്റെ ഈ വീഡിയോ കിട്ടിയത് പുള്ളിക്കാരന്റെ ഫേസ് ഒക്കെ കാണിച്ചുകൊണ്ടാ. കാരണം എന്റെ ചാനൽ കാരണവും ഞാൻ കാരണം ഒരു കുടുംബവും തകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വീഡിയോ ഇട്ടവനോടൊരു കാര്യം പറയാം. കാരണം പുള്ളിക്കാരനെ മാറ്റി നിർത്തവിടെ. പുള്ളിക്കാരന്റെ ഭാര്യ, പുള്ളിക്കാരൻ പറയുന്നുണ്ട് എനിക്കൊരു മകനുണ്ട്, മകനെ അറിഞ്ഞാൽ അതിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കാൻ പറയുന്നുണ്ട്. അതേ കണക്ക് മകന്റെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മരുമകൾ അവരുടെയൊക്കെ അവസ്ഥ. ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും ഇയാളുടെ ഈ മുഖം കാണിച്ചത് കൊണ്ട്? ഇല്ലേ? നിനക്ക് അത്രയും പേരുടെ മുന്നിൽ എന്തായാലും നാണം കെട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ. നീ ഇത്ര ഒച്ചയൊക്കെയിട്ട് സംസാരിക്കുന്ന സമയത്ത് അത്രയും പേരുടെ മുന്നിൽ നാണം കെട്ടിട്ടുണ്ട്. നിനക്ക് രണ്ടടി ചെവിക്കല്ലിന് കൊടുത്തിട്ട് അയാളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. ചിലപ്പം പുള്ളിക്കാരൻ ചിലപ്പോൾ മുമ്പ് കിട്ടാത്തതിന്റെ അറാമ്പറപ്പായിരിക്കോ കാണിക്കുന്നത്. പിന്നെ വീഡിയോക്കകത്ത് നമ്മള് നിന്റെ സാമാനത്തിലൊന്നും പിടിക്കുന്നതായിട്ട് കാണുന്നില്ല. പുള്ളിക്കാരൻ എവിടെയാ പിടിച്ചതെന്നും മനസ്സിലാവുന്നില്ല. കാരണം നീ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കൊണ്ടിട്ടതൊന്നും നമുക്കറിയത്തില്ല. പിന്നെ നീ ഒരു അടി കൊടുത്തിട്ട് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അയാള് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നാണക്കേട് കാരണം പിന്നെ അയാൾക്ക് ഒരു കുറ്റബോധം തോന്നിയിട്ട് ഇനി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും എനിക്ക് ചിലപ്പോൾ ഇത് കണക്കത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടത് വരുമെന്ന് ഓർത്തിട്ട് പിന്നെ അങ്ങനെ മാറിയത്. പിന്നെ ഞാൻ ആരുടെയും ഭാഗം പറയുന്നതുമല്ല, ആരെ കുറ്റവും പറയുന്നില്ല, ആരുടെ കൂടെ നിൽക്കുന്നുമില്ല. പിന്നെ ഇവൻ ഇങ്ങനെ ചെയ്തതിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ തന്തയില്ലായ്മ ഇനി ആരും കാണിക്കരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കും പുറത്തിറക്കി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ.